മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പെരുമ്പാവൂരിലെ കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. ബന്ധുവിന്റെ 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജശേഖരനുണ്ട്. വിനയ, കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിന് കഴിഞ്ഞ ദിവസമാണ് 50 ഗ്രാം കഞ്ചാവുമായി പോലീസ് ഇയാളെ പിടികൂടി ചേർന്നത്. തുടർന്ന് ഇയാളുടെ ഫോണ് പരിശോധിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബന്ധുവായ 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടി നിരന്തരം പീഡനത്തിനിരയായിരുന്നോ എന്നടക്കം പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതനുസരിച്ച് തുടർന്ന് ഇന്നലെ പിടികൂടിയപ്പോഴാണ് ഈ ദൃശ്യങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇനി മറ്റുള്ള അല്ലെങ്കിൽ ആ സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും കുട്ടിക്ക് ഇതുപോലെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ, ഇയാളുടെ മേലിൽ നിന്നും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ കുട്ടിയുടെയോ അല്ലെങ്കിൽ പ്രതിയുടെ ഫോട്ടോ ഒന്നും തന്നെ നമുക്ക് കൂടുതലായി പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഇയാളുടെ സഹോദരന്റെ മകളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നത്. പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പകർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ നൽകുന്നതും വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സഹോദരന്റെ കുട്ടിയോടാണ് ഈ അതിക്രമം കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടിക്ക് വൈദ്യസഹായം ഉൾപ്പെടെ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കും. തുടർന്ന് ഏതെല്ലാം തരത്തിലാണ്, എന്തെല്ലാമാണ് സംഭവങ്ങൾ, എത്ര വർഷമായി ഈ കുട്ടി ഇത്തരത്തിൽ നിരന്തരം 5 വയസ്സുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഏതെല്ലാം രീതിയിലാണ് എന്നതടക്കം തന്നെ പോലീസ് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചത് മൂലമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതെന്നടക്കമാണ് പ്രധാനമായും പോലീസ് പറയുന്നത്. ആതിര, വിനയ, അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രതി ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ സംഭവത്തിൽ പ്രതിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മൊഴി ലഭിക്കുന്നുണ്ടോ? പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് നിലവിൽ പ്രതിയുള്ളത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചു വരികയാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് ആയതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നതിലും പ്രശ്നമുണ്ട്. കാരണം കുട്ടിയുടെ പേരോ മറ്റോ പുറത്തു വരുന്നതും വലിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് വളരെ സൂക്ഷ്മതയോടെയാണ് ഈ കേസ് അടക്കം തന്നെ കൈകാര്യം ചെയ്യുന്നത്. ഇയാൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ലഹരിക്ക് അടിമയാണ് എന്നാണ് പ്രധാനമായും പോലീസ് പറയുന്നതനുസരിച്ച്. ഈ ഒരു കുട്ടിയെ മാത്രമാണോ ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയോട് അതിക്രമം നടത്തിയിട്ടുണ്ടോ എന്നതടക്കം തന്നെ പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനി ഇയാളുടെ ഫോൺ പൂർണ്ണമായും പരിശോധിക്കുമെന്നടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അപ്രതീക്ഷിതമായിട്ടാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതും പോലീസ് 50 ഗ്രാം കഞ്ചാവുമായി ഇയാളെ പിടികൂടുന്നതും ഫോൺ പരിശോധിക്കുകയും ചെയ്തിരുന്നത്. ഈ ഫോൺ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളടക്കം തന്നെ സ്വീകരിക്കുക. കുട്ടിയെ ആണെങ്കിലും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും, കൗൺസിലിംഗ് നൽകുമെന്നടക്കം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇയാൾ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. വിനയ, ഈ പ്രതിയുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം എന്തെങ്കിലും പ്രതികരണങ്ങൾ നൽകുന്നുണ്ടോ? ഈ പരാതിയുടെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ 5 വയസ്സുകാരുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതിന് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ലഭിച്ചാൽ കൂടി അത് പുറത്ത് പറയുന്നതിലും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കുട്ടി അല്ലെങ്കിൽ ഈ പ്രതിയുടെ പേരും മറ്റു വിശദാംശങ്ങളും പുറത്ത് പറയുകയാണെങ്കിൽ അത് ആ കുട്ടിയെ തന്നെ ബാധിക്കും. കാരണം സഹോദരന്റെ മകളെയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെയോ അല്ലെങ്കിൽ പ്രതിയുടെയോ പേര് പറഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് പോകുമെന്നത് കൊണ്ട് തന്നെ സൂക്ഷ്മതയോട് തന്നെയാണ് ഈ കേസും പോലീസും പരിശോധിച്ചു വരുന്നത്. കാരണം ഇയാളുടെ
പ്രതിയുടെ സഹോദരന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ ഫോട്ടോയോ മറ്റു ഡീറ്റെയിൽസോ പറയുകയാണെങ്കിൽ അത് മറ്റൊരു അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പേര് പുറത്തു പറയുന്നതിന് സമാനമാണ് എന്നതുകൊണ്ട് തന്നെ പോലീസും വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് ഈ കേസ് അടക്കം തന്നെ പരിശോധിച്ച് വരുന്നത്. ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സ്വാഭാവികമായും കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടാൻ പോകുന്നതും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും ഈ കുട്ടിയുടെ പേര് പുറത്തു പറയാൻ പാടില്ല എന്നും പറയാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്തായാലും ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ സംസ്ഥാനത്ത് ലഹരി ഉപയോഗം കൂടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും മറ്റും പരിശോധനകൾ ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനുകളിലാണെങ്കിലും ബസ് സ്റ്റാൻഡുകളിലാണെങ്കിലും മറ്റും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പരിശോധന ശക്തമാക്കുകയായിരുന്നു. അത്തരത്തിൽ ഒരു പരിശോധന നടത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടുന്നതും ഈ ദൃശ്യങ്ങൾ അടക്കം തന്നെ ഇയാളുടെ ഫോണിൽ നിന്നും കണ്ടെത്തുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യൽ വിധേയമാക്കും. ചോദ്യം ചെയ്യൽ വിധേയമാക്കുമ്പോഴാണ് മറ്റേതെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെല്ലാം ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു നടപടികളിലേക്ക് അടക്കം തന്നെ യുവാക്കൾ അടക്കം പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ അടക്കം പോലീസ് എന്തായാലും ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ പോക്സോ കുറ്റം ചുമത്തും. പോക്സോ വകുപ്പുകളടക്കം തന്നെ ചുമത്തിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയ ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ അടക്കം നടത്തുക. ആതിര. ശരി വിനയ, പെരുമ്പാവൂരിൽ കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ, ബന്ധുവിന്റെ 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായിരുന്നോ എന്ന് സംശയം. 50 ഗ്രാം കഞ്ചാവുമായി പോലീസ് പിടികൂടിയ പ്രതിക്കെതിരെ പോക്സോ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇയാൾ ലഹരിക്ക് അടിമയെന്നും പോലീസ് പറയുന്നു.